ടീം ഇന്ത്യയുടെ ഇംഗ്ലീഷ് പരീക്ഷ ബുധനാഴ്ച തുടങ്ങുകയാണ്. ഇന്നത്തെ ദിവസം വളരെയധികം പ്രത്യേകതയോടെ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് പറയാം. T20 ഏകദിന ഫോർമാറ്റുകളിലായി 8 മത്സരങ്ങളാണ് ഇന്ത്യയുടെ ഇംഗ്ലീഷ് പര്യടനത്തിലുള്ളത്. 5 T20കളുടെ പരമ്പരയിലാണ് ഇരു ടീമുകളും ആദ്യം ഏറ്റുമുട്ടുക. ഇന്ത്യൻ സമയം രാത്രി 10 മണി മുതൽ ചെസ്റ്റർലെ സ്ട്രീറ്റിൽ തന്നെ ഇപ്പോൾ റിവർസൈഡ് ഗ്രൗണ്ടിൽ ആദ്യ T20 നടക്കാനിരിക്കുന്നു. എല്ലാവരും ആവേശഭരിതരായി അങ്ങോട്ട് നോക്കുമ്പോൾ ആരുടെ കൂടിയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എന്നുകൂടി ചോദിക്കേണ്ടതായുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നതും സഞ്ജുവിനെ ഇനി വേണോ അതോ വൈഭവ് തന്നെയാണോ ഇന്ത്യക്ക് നൽകുന്നത്? ഇതിനെക്കുറിച്ച് പലരും സംസാരിക്കുന്നുണ്ട്. സഞ്ജുവിനെ പറ്റി സംസാരിക്കുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണെന്ന് കൂടി പറഞ്ഞേ മതിയാകൂ. ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ പേസ് ബൗളിംഗ് കോമ്പിനേഷൻ മാറ്റം ആവശ്യമാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് പലരും രംഗത്തെത്തുന്നു എന്ന് തന്നെ പറയാം. അർഷ്ദീപ് സിംഗ് കോമ്പിനേഷൻ മാറ്റം ആവശ്യമാണ്. അർഷ്ദീപ് സിംഗിന്റെ ബൗളിംഗിൽ ഇപ്പോൾ മൂർച്ചയില്ല. ചിലപ്പോൾ വിക്കറ്റുകൾ എടുക്കും, ചിലപ്പോഴാവട്ടെ വിക്കറ്റും കിട്ടാറില്ല. ഞാൻ പേസർമാരായി ടീമിലെടുക്കുക മുഹമ്മദ് സിറാജും ഹർഷദ് റാനയും പ്രിൻസ് യാദവ് എന്നിവരെയും ആയിരിക്കുമെന്ന ഇപ്പോൾ ശ്രീകാന്ത് വെളിപ്പെടുത്തുന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്. ഓപ്പണിംഗിൽ സഞ്ജുവും അഭിഷേകും തന്നെ തുടരട്ടെ എന്ന് ഞാൻ പറയുന്നു. 3 മുതൽ 7 വരെ സ്ഥാനങ്ങളിൽ ഇഷാൻ കിഷൻ, ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, ശിവം ദുബെ, അക്ഷർ പട്ടേൽ എന്നിവരാണ് ഞാൻ ഇന്ത്യൻ 11-ൽ തന്നെ ശ്രമിക്കുകയും ചെയ്യുന്നത്. വരുൺ ചക്രവർത്തിയെ ഞാൻ തീർച്ചയായും ടീമിലേക്ക് കൊണ്ടുവരുമെന്ന് ശ്രീകാന്ത് പറയുന്നു. വാഷിംഗ്ടൺ സുന്ദറിനെ ഒന്നും 11-ൽ ആവശ്യമില്ല. വരുണും അക്ഷർ പട്ടേലും രണ്ടും ഓഫ് സ്പിന്നർമാരായി കളിക്കേണ്ടവരാണ്. ശ്രീകാന്ത് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. 8-ൽ ഹർഷദ് റാണ നിൽക്കും. അതുപോലെ ഞാൻ ഇന്ത്യൻ ക്യാപ്റ്റനാണ് ആക്കുന്നത് ഈ 11-ൽ ആദ്യ T20 ഇറക്കും. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇത്തരം തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഇതിൽ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകരുടെ വെളിപ്പെടുത്തൽ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രീതി മനസ്സിലാക്കി തരുന്നു എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു. സൂര്യവംശി വേണോ വേണ്ടയോ എന്നൊക്കെ ചോദ്യം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് നിരവധി പേർ ഇതിൻ്റെ ഒപ്പമുള്ള വാർത്തയും കേൾക്കുന്നത്. ഓരോ തവണയും പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തുളുമ്പുന്ന വാർത്തയായി മാറുന്നത് സഞ്ജുവിൻ്റെ വാർത്തകൾ വരുമ്പോഴാണ്. പക്ഷേ സൂര്യവംശിയുടെ വാർത്ത അവിടെ പ്രധാനമായി തന്നെ ഉൾക്കൊണ്ടേ മതിയാകും. ഓരോ തവണയും ആ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സഞ്ജുവിനേക്കാൾ മികച്ചതാണോ സൂര്യവംശി, സൂര്യവംശിയേക്കാൾ മികച്ചതാണോ സഞ്ജു? ഇതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഓരോന്നും കാത്തിരിക്കുന്നത്. ഇനി സഞ്ജു ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ അവിടെ സൂര്യവംശിയെ പ്ലേസ് ചെയ്യണം. ഇനിയൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇനി ഇടംവലം നോക്കി സഞ്ജുവിനെ പിന്തുണച്ചിട്ട് കാര്യമില്ല. ടീമാണ് വലുത്. ടീമിന് തന്നെയാണ് നമ്മൾ മുൻകൈ കൊടുക്കേണ്ടത്. അതിന് തന്നെയാണ് എപ്പോഴും മുൻകൈയായിട്ട് നിൽക്കേണ്ടത്. ഇതാണ് അത്യാവശ്യമെന്ന് കൂടി പറയണം.